ആപ്കി അദാലത്തിൽ ഫാഷൻ ഡിസൈനറായ ഋതു ബേരിക്കെതിരായ കുറ്റാരോപണം ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു എന്നുള്ളതാണ്. ഋതു ബേരി മാഡം, ഇത് സത്യമാണോ? താങ്കൾ വളർന്നു വന്ന സാഹചര്യം, താങ്കളുടെ കുടുംബം വളരെ നിയന്ത്രണത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു, പട്ടാളച്ചിട്ടയോടുകൂടിയുള്ള ഒരു കുടുംബമാണെന്ന് കേട്ടു. അതെ, ഇപ്പൊ അതുപോലെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്നും അതിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഋതു ആണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ഇത് സത്യമാണോ അല്ലയോ? അങ്ങനെ വിചാരിക്കാം. പക്ഷേ താങ്കളുടെ പേരൻസ് താങ്കളെ ഡോക്ടറാക്കാനാണ് ആഗ്രഹിച്ചിരുന്നെന്ന് കേട്ടു. ഇതിൽ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. ഞാനാണ് ഇതിൽ ഡോക്ടറാണെന്ന് ആഗ്രഹിച്ചത്. എൻ്റെ മുത്തശ്ശൻ ഡോക്ടർ ആയതുകൊണ്ട് എനിക്കും ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡോക്ടറായിട്ട് എൻ്റെ കുടുംബത്തിന് അഭിമാനമാകണമെന്ന്. പക്ഷേ താങ്കൾ മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാൻ പോയ സമയത്ത് അവിടെ ഒരു കാര്യം മനസ്സിലായി, താങ്കൾ എൻട്രൻസ് പേപ്പറിൽ ഒരു ആൻസർ പോലും എഴുതിയിട്ടില്ലെന്നുള്ള സത്യം. താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കളൊരു വലിയ സ്പൈ ആണ്. അതെ, ഇത് സത്യമാണ്. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എൻ്റെ മനസ്സറിഞ്ഞ് ചെയ്യും. അതായത് ഞാൻ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത്, ആ സമയത്ത് ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. മെഡിക്കൽ എക്സാമിന് വേണ്ടി ഞാൻ വളരെയധികം പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ മുത്തശ്ശി കാണാൻ അപ്പോഴാണ് ഒരു ഡോക്ടർ വന്നത്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ബ്ലഡിനെ പറ്റി ടെക്നിക്കലായിട്ട്, അതായത് നോക്കുകയാണെങ്കിൽ പല പല തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു ജീവിതകാലം മുഴുവൻ എനിക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയില്ല. അതായത് ബ്ലഡ് എനിക്ക് പേടിയുള്ള കാര്യമാണ്. അത് ലേറ്റായിട്ടാണ് മനസ്സിലായത്. ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം അപ്പോഴെനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എക്സാം എഴുതാൻ പോകില്ലെന്ന് പേരൻസിനോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് എക്സാം എഴുതാൻ പോയി ഒന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ട് വന്നു. എനിക്കറിയാവുന്ന വഴി അതായിരുന്നു. താങ്കൾ അപ്പോഴേ തീരുമാനിച്ചോ ജനങ്ങളുടെ ശരീരം കട്ട് ചെയ്യുന്നതിനേക്കാൾ, നരമ്പുകൾ കട്ട് ചെയ്യുന്നതിനേക്കാൾ തുണികൾ കട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്? അതെ. അതെ, ഐ തിങ്ക് സോ, യെസ്. ശരി, ഈ ഫാഷൻ ലോകത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? അപ്പോൾ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഫാഷൻ ഡിസൈനിങ്ങിനൊന്നും വലിയ പേരൊന്നുമില്ലായിരുന്നു. ഞാൻ ഒബ്രോയ് ഹോട്ടലിലിരുന്ന് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരു 2 ലേഡീസ് സംസാരിക്കുന്ന കേട്ടു. FIT ന്യൂയോർക്ക് ഇന്ത്യയിലൊരു ഫാഷൻ ഡിസൈനിങ് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടു. എനിക്ക് സ്ട്രൈക്കായ കാര്യം എന്താന്ന് വെച്ചാൽ, മൊത്തം രാജ്യത്തു നിന്നും 25 സ്റ്റുഡൻസിന് മാത്രമേ സെലക്ഷൻ ഉള്ളൂന്ന്. അതെനിക്കൊരു വലിയ ചാലഞ്ചായിട്ട് തോന്നി. ആ 25 പേര് ഞാനും ഉണ്ടാവണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഫാഷൻ ഡിസൈനിങ് എന്തുവാണെന്ന് പോലും അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ എക്സാം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ്. ഫാഷൻ ഡിസൈൻ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? കുറച്ചേ അറിയോ, വലുതായിട്ടൊന്നും അറിയില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം സത്യമാണോ? ഫാഷൻ ഡിസൈൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ഒക്കെ ഫിനിഷ് ചെയ്ത് താങ്കൾ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ താങ്കളുടെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തു, വളരെ വേഗത്തിൽ തന്നെ. എൻ്റെ ഒരു പ്രശ്നം ഇതാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കണം. എല്ലാത്തിനും ധൃതി പിടിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാൻ നിഫ്റ്റ് പാസ്സായതിനു ശേഷം കുറച്ച് എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്നും ഇന്റേൺഷിപ്പിന് ട്രൈ ചെയ്തു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട പോലെ ഡിസൈൻ ചെയ്താലും എന്നെ അത് ചെയ്യാൻ അനുവദിച്ചില്ല. പറഞ്ഞു വന്നാൽ ഞാൻ ഇഷ്ടപ്പെട്ട പോലെ ഡിസൈൻ ചെയ്യാൻ അവരെന്നെ അനുവദിച്ചില്ല. ഞാൻ വിചാരിച്ചതുപോലെ ആ തുണികളൊന്നും സെല്ല് ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കായിട്ടൊരു സ്റ്റോർ വേണം എൻ്റെ ക്ലോത്ത് സെല്ല് ചെയ്യാനായിട്ട്. താങ്കളുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? തീർച്ചയായും. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു. താങ്കളുടെ ആദ്യത്തെ ഫാഷൻ ഷോ താങ്കളുടെ ഇഷ്ടപ്രകാരം ഡൽഹിയിലുള്ള ലോധിയ ഗാർഡനിലാണ് താങ്കൾ നടത്തിയത്. എനിക്കൊരു നല്ല ധൈര്യം ഉണ്ടായി, ഞാൻ ഡിസൈൻ ചെയ്ത ക്ലോത്ത്സ് ജനങ്ങളെ കാണിക്കാൻ പറ്റുമെന്നുള്ളത്, ഫാഷൻ ഷോ ചെയ്യാൻ കഴിയുന്നു. ആ സമയത്ത് എല്ലാ ഡിസൈൻസും ബാങ്കറ്റ് ഹാളിലാണ് ഷോ ചെയ്യാറുള്ളത്. ചില സമയത്ത് 2 ഡിസൈനേഴ്സോ അല്ലെങ്കിൽ 3 ഡിസൈനേഴ്സോ ചേർന്നാണ് ഷോ ചെയ്യാറുള്ളത്. ആ സമയത്ത് രവി ബജാജും സുമിത് വർമ്മയും ചേർന്ന് ഷോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ എല്ലാം ജോയിന്റ് ഷോ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തനിയൊരു ഷോ ചെയ്യണമെന്ന്, ബാങ്കറ്റ് ഹാളിൽ നിന്നും പുറത്ത് വരണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു ദിവസം ലോധി ഗാർഡനിൽ വാക്കിങ്ങിന് പോയി. അപ്പം തീരുമാനിച്ചു ഇവിടെ ഷോ ചെയ്യണമെന്ന്. കാരണം മോണിമെന്റ് വളരെ ഗ്രാൻഡായിരുന്നു അവിടെ. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പ്രസന്റേഷൻ നന്നായി ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഉസ്താദ് സാഹിർ ഹുസൈൻ, പിന്നെ പണ്ഡിറ്റ് ഹരിപ്രസാദ്, പിന്നെ ചൗരഷ്യ, ശിവകുമാർ ശങ്കർ സർ, അവരെല്ലാം ലോധി ഗാർഡനിൽ മോണിമെന്റോ ലൈവായിട്ട് വായിക്കണമെന്ന് വിചാരിച്ചു. അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈനും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു.
സോ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ലോധി ഗാർഡനിൽ വന്ന ജനങ്ങൾ കുറ്റം ആരോപിച്ചു. അതായത് റീതു ബേരി ആ ലോധി ഗാർഡനിന്റെ പൂർണ്ണമായ പച്ചപ്പ് ഇല്ലാതാക്കിയെന്നാണ് കുറ്റം. അവര് മാത്രമല്ല, പ്രസ് പറഞ്ഞു, പിന്നെ നിറയെ പേര് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാരും എന്നെ ടാർഗറ്റ് ചെയ്തു. ഫോക്കസ് മൊത്തവും ലോധി ഗാർഡനിലേക്ക് എത്തിച്ചേർന്നു. അതിനു മുമ്പ് ഇന്ത്യയുടെ പുറത്ത് മോണിമെന്റ്സിൽ ഫാഷൻ ഷോ ചെയ്തിരുന്നു. അതുകൊണ്ട് കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. അതിനുശേഷം വെന്യൂ മാറ്റാമെന്ന് തീരുമാനിച്ചു. എനിക്കിപ്പോഴും ലോധി ഗാർഡനിൽ ഷോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പൊ കാലം മാറിയിരിക്കുകയാണ്. ജോർജ് ബുഷും ഡൽഹിയിൽ വന്ന ഒരു മോൺമെന്റിന് മുന്നിൽ സ്പീച്ച് നടത്തി. ഞാൻ ജോർജ് ബുഷ് ആയിരുന്നെങ്കിൽ ലോധി ഗാർഡനിൽ എപ്പോഴേ ഫാഷൻ ഷോ നടത്തിയേനെ. അപ്പോ ഈ കുറ്റാരോപണങ്ങളെല്ലാം തെളിയിച്ചു കാണിക്കുകയാണ് താങ്കളുടെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇതിൽ നിന്നും ഒരിക്കലും മാറാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാനങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ.